1865 ശ്രീ ആയില്യം തിരുനാൾ മഹാരാജാവ് പൊതുജനങ്ങൾക്കായി തുറന്ന ഒരു ഡിസ്പെൻസറിയാണ് നമ്മുടെ ഇന്നത്തെ ജനറൽ ഹോസ്പിറ്റൽ. 147 വർഷം തികയുന്ന ഈ ജനറൽ ഹോസ്പിറ്റലിന്റെ വളർച്ച മന്ദഗതിയിലായിരുന്നു എന്ന് വേണം പറയാൻ. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 5 വർഷങ്ങളാണ് ഇതിന്റെ വികസനം വേണ്ട രീതിയിൽ നടന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ജനങ്ങളുടെ ആവശ്യമറിഞ്ഞ് ജനറൽ ഹോസ്പിറ്റലിനെ ഈ രീതിയിൽ മാറ്റിയെടുത്തത് ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിലാണ്. ഏറ്റവും നൂതനമായ CT സ്കാൻ സംവിധാനവും ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റും ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള പുതിയ ലാബ് ആരംഭിക്കുകയും ഇത് ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാകുകയും ചെയ്തു. വളരെ മോശമായി കിടന്ന 9ാം വാർഡ് സോഷ്യൽ വെൽഫെയർ ഫണ്ട് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തത് ഈയിടെയാണ്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ IC യൂണിറ്റും ഫിസിക്കൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തനം ആരംഭിച്ചത് ഇക്കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിലാണ്. കൂടാതെ പാലിയേറ്റീവ് കെയർ യൂണിറ്റും നേത്രരോഗ ചികിത്സാ വിഭാഗവും പ്രത്യേക സെക്ഷനായി തിരിച്ച് ആധുനിക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയുമുണ്ടായി. കാർഡിയോളജി, യൂറോളജി സൗകര്യങ്ങളുള്ള ചുരുക്കം ചില ഹോസ്പിറ്റലുകളിൽ ഒന്നാണ് നമ്മുടെ ജനറൽ ആശുപത്രി. ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെന്റ് സെന്ററും കൗൺസിലിംഗ് സെന്ററുമായി ചേർന്ന് ആരംഭിച്ച ഭൂമിക എന്ന പദ്ധതി സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒന്നാണ്. കൂടാതെ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ചികിത്സ കിട്ടാനുള്ള RSBY പോലുള്ള പദ്ധതി, താലോലം പദ്ധതി തുടങ്ങിയവ വളരെ പേർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതികളാണ്. വരുമാനം കുറഞ്ഞവർക്കും SC, ST ഗോത്രവിഭാഗങ്ങൾക്കും സൗജന്യ ചികിത്സയും ഏർപ്പെടുത്തി. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് പുതുതായി ആരംഭിച്ച ഡയാലിസ് സെന്ററാണ്. നിർധനരായ രോഗികൾക്ക് ആനുകൂല്യങ്ങളോടുകൂടി ഈ ഡയാലിസ് സെന്റർ വളരെ സാമ്പത്തികമായി ആശ്വാസം പകരുന്നു. രോഗികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ കുറയുകയും അത് മനസ്സിലാക്കി പുതിയ സർജിക്കൽ ബ്ലോക്ക്, തിയേറ്റർ കോംപ്ലക്സ് എന്നിവ പണികഴിപ്പിച്ചു. രോഗികളോടുള്ള ജീവനക്കാരുടെ സമീപനം ജനറൽ ഹോസ്പിറ്റൽ മറ്റ് ഹോസ്പിറ്റലുകൾക്ക് മാതൃക തന്നെയാണ്. 12 മണിക്കൂർ പകൽ OPയും കൂടാതെ ഞായർ സ്പെഷ്യാലിറ്റി OPയും ഇവിടെ പ്രവർത്തിക്കുന്നു. തൈറോയിഡ് ക്ലിനിക്, ബ്രസ്റ്റ് ക്ലിനിക്, സ്ട്രോക്ക് ക്ലിനിക്, ഡയബറ്റീസ് ക്ലിനിക്, ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. 24 മണിക്കൂറും എളുപ്പം ചികിത്സ ലഭിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പേവിഷ ചികിത്സാ വിഭാഗം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ജനറൽ ഹോസ്പിറ്റലിന് തിരുവനന്തപുരത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജ് എന്ന അംഗീകാരം ലഭിക്കുകയും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ദ്രുതഗതിയിൽ പണികൾ പൂർത്തിയായി വരികയും ചെയ്യുന്നു. ഇവിടെ വരുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും മറ്റുമായി ശ്രീ K. മുരളീധരൻ MLA ഫണ്ടിൽ നിന്നും ഒരു വിശ്രമ കേന്ദ്രം പണികഴിപ്പിച്ചു. നഗരമധ്യത്തിലുള്ള ഈ ഹോസ്പിറ്റൽ ലക്ഷക്കണക്കിന് രോഗികളുടെ ആശ്വാസമാണ് ഇന്നും.